ഉഴുന്നുവട കഴിച്ചു മടുത്തോ? എങ്കിൽ മുട്ടയും ഉഴുന്നും ഉണ്ടെങ്കിൽ ചായക്കൊപ്പം കഴിക്കാൻ ഒരു കിടിലൻ പലഹാരം 5 മിനിറ്റിൽ ഉണ്ടാക്കാം. ഈ വെറൈറ്റി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്നൊന്ന് നമ്മളൊന്ന് കുതിർത്തിയെടുക്കണം. അതൊന്ന് കുതിർന്നതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. വെള്ളം ഇല്ലാതെ എടുക്കുക. ഒരു 2-3 മണിക്കൂർ നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിടുമ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് എടുക്കുന്ന ഉഴുന്നിന് കണക്കാക്കി മുട്ട എടുക്കാവുള്ളൂ. കുറച്ച് ഉഴുന്നേ ഉള്ളെങ്കിൽ ഞാനൊരു 1.5 കപ്പോളം ഉഴുന്നുണ്ട്. അതാണ് ഞാനൊരു 2 മുട്ട എടുത്തേക്കുന്നത്. 2 കപ്പിന് താഴേക്ക് ഉഴുന്നുള്ളെങ്കിൽ നമുക്കത് ഒരു മുട്ടയുടെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കത് ബോൾ പിടിക്കുമ്പോൾ അതൊരു ലൂസായി പോകും. ഞാൻ അങ്ങനെ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ മുട്ട ഞാൻ ഉഴുന്നിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. വെള്ളം ഒട്ടും ചേർക്കരുത്. ആ ഒരു മുട്ടയുടെ ആ ഒരു നനവിൽ തന്നെ നമുക്ക് ഈ ഉഴുന്ന് അരഞ്ഞ് കിട്ടും. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. 2 ട്രിപ്പിലായിട്ടാണ് ഞാനിതിപ്പോൾ അരച്ചെടുക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്ന് നല്ല രീതിയിൽ അങ്ങ് അരയേണ്ട, ചെറിയൊരു തരിതരിപ്പോട് കൂടി തന്നെ അരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ആ ഉഴുന്നുവടയുടെ പരുവത്തിന് അരയരുത്. കുറച്ച് ആ ഉഴുന്നിൻ്റെ ഒരു തരിതരിപ്പ് കിട്ടണം. ആ രീതിയിൽ വേണം നമ്മളതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നമ്മൾ ആ മുട്ടയുടെ നനവിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുത്തേക്കുന്നത്, വെള്ളമൊന്നും ചേർക്കാതെ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് കുരുകുരാന്നൊന്ന് അരിഞ്ഞെടുക്കണം. ചതച്ച് ചേർക്കൽ, അരിഞ്ഞ് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 സ്പൂണൊക്കെ അളവിൽ റൈസ് പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കൂടുതൽ ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോഫ്റ്റ് കിട്ടത്തില്ല ഉണ്ടാക്കുന്ന ആ ഒരു പലഹാരത്തിന്. ഇനി അതിലേക്ക് ഞാൻ 1 സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ ഞാൻ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് അരിഞ്ഞു വെച്ച കറിവേപ്പിലയും മല്ലിയിലയും കൂടാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് നമുക്ക് ഇനിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് ഇതുപോലെ എടുത്തിട്ട് കൈയുടെ വെള്ളയിൽ നമ്മൾ വെച്ച് നമ്മൾ പരിപ്പുവട ഉണ്ടാക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ കൈയുടെ വെള്ളയിൽ വെച്ച് നമുക്ക് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഈ രീതിയിൽ വേണം നമ്മളെല്ലാം എടുക്കാൻ. അങ്ങനെ ഞാൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ നമുക്കത് ആ രീതിയിൽ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ മുട്ട ഉപയോഗിക്കുമ്പോൾ എടുക്കുന്ന ഉഴുന്നിന് കണക്കാക്കി വേണം നമ്മൾ ആ മുട്ട എടുക്കാനായിട്ടും. നല്ല രീതിയിൽ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല രീതിയിൽ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. ഉഴുന്നുവടയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വെറൈറ്റി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്. നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കുന്നതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത്.